ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഔട്ട് സൈഡിൽ നമുക്കൊരു ബാത്റൂമിൻ്റെ ഔട്ട് സൈഡിൽ നമുക്ക് എങ്ങനെ ഒരു വാട്ടർ ഹീറ്റർ കൊടുക്കാം, വാട്ടർ ഹീറ്റർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ചൂടുവെള്ളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ഹീറ്റർ കൊടുക്കുന്നത്. അപ്പോൾ CPVCയുടെ പൈപ്പ് ആയിരിക്കണം കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇന്ന് വന്നിരിക്കുന്നത് CPC തന്നെ, അത് വേറെ ഒന്നുമല്ല, നമ്മൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ ഏറ്റവും ടോപ്പിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്, പക്ഷേ ഇപ്പോൾ വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന വെള്ളം തന്നെ സാധാ പച്ചവെള്ളം തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അത് നേരത്തെ നമുക്ക് വാട്ടർ ഹീറ്റർ നോക്കി അറിയാൻ പറ്റും. വാട്ടർ ഹീറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ക്രോംപ്റ്റൻ്റെ 3 ലിറ്റർ വരുന്ന വാട്ടർ ഹീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇൻലെറ്റും കാര്യങ്ങളും ഔട്ട്ലെറ്റും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ വാട്ട്സ് വരുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3000 വാട്ട്സ് ആണ് വന്നിരിക്കുന്നത്. 3000 വാട്ട്സ് 3 ലിറ്ററിൻ്റെ ആണ് വന്നിരിക്കുന്നത്. 5 വർഷം വരെ വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കണക്ഷൻ പൈപ്പും കാര്യങ്ങളും കമ്പനി തന്നിരുന്നു. മിക്ക കമ്പനികളും ചിലപ്പോൾ തരാറില്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് നോക്കുക. നമ്മൾ വന്നിരിക്കുന്ന പൈപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇന്ന് വന്നിരിക്കുന്നത്. പച്ചവെള്ളം തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് പച്ചവെള്ളം വന്നിരിക്കുന്നത്. CPVC നമ്മൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ പച്ചവെള്ളം വന്നിട്ട് നേരെ വന്നിട്ട് ഇൻലെറ്റ് കണ്ട ആ നീല കാണിക്കുന്നത് ഇൻലെറ്റാണ്, അതായത് ഹീറ്ററിൻ്റെ ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്തു. ഔട്ട് വരുന്നത് ചുവപ്പാണ്, അത് ചൂട് വെള്ളമായിരിക്കും വരുന്നത്. നേരെ വന്നതിന് ശേഷം അടുത്ത ഒരു ആംഗിൾ കോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തു. അത് നേരെ CPVC പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. CPVC പൈപ്പ് നേരെ താഴേക്ക് അടിച്ച് വന്നതിന് ശേഷം നേരെ ബാത്റൂമിൻ്റെ അകത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ കണക്ഷൻസ് ഉണ്ടായിരുന്നതാണ്, അത് സോളാറിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് മാറ്റിയിട്ട് നമ്മളിവിടെ വാട്ടർ ഹീറ്റർ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു 16 ആംസിൻ്റെ, അതായത് 3000 വാട്ട്സാണ് എടുക്കുന്നത്, അതായത് ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ 16 ആംസിൻ്റെ പവർ പ്ലഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു DBയിൽ നിന്ന് കണക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. കാരണം ഹൈ ആംബിയർ യൂസ് ചെയ്യുന്നതാണ്. 3000 വാട്ട്സ് ആണെങ്കിൽ ഹൈ ആംബിയർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്നല്ലെങ്കിൽ ബാത്റൂമിലേക്ക് 2.5 സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിൽ നിന്നും നേരെ എടുത്തതിന് ശേഷം നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തു. അത് നേരെ വാട്ടർ ഹീറ്ററിന് കൊടുത്തു. വാട്ടർ ഹീറ്ററിന് പവർ പ്ലഗ് കൊടുത്തു. അപ്പോൾ വാട്ടർ ഹീറ്ററിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം ഇൻലെറ്റ്, ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്നത് ചൂടുവെള്ളമാണ് വരുന്നത്. ഇനി നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് തന്നെ കട്ട് ഓഫ് ഈ ചൂട് കറക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നോർമൽ ലെവലിലൊരു അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ തന്നെ കട്ട് ഓഫ് ആവുന്ന സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വാട്ടർ ഹീറ്ററും കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട് സൈഡിലൊരു വാട്ടർ ഹീറ്റർ എങ്ങനെ കൊടുക്കാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good.